രാജിവെക്കലും കാര്യങ്ങളൊക്കെയാണല്ലോ. ഇന്ന് വെച്ചല്ലേ? ഇന്ന് വെച്ചു. ഇനി ആര് നേതൃത്വത്തിൽ വരും? ആരെങ്കിലുമൊക്കെ വരും. ആരും വരാതിരിക്കില്ല, ആരെങ്കിലും വരും. സിനിമാ മേഖല പ്രതിസന്ധിയിലാകുമോ? ഒരു പ്രതിസന്ധിയില്ല. എന്തിനാ പ്രതിസന്ധി? യുവതലമുറ ഇതൊക്കെ ഒരു ശുദ്ധി കലശമായിട്ട് കണ്ടാൽ മതി. കാലങ്ങളായി കുറേ കാലം കഴിയുമ്പം എല്ലാ മേഖലയിലും ശുദ്ധി കലശം വരും. അതുപോലെ കണ്ടാൽ മതി. അത്രേ ഉള്ളൂ. യുവതലമുറ അധികാരത്തിലേക്ക് വരുമെന്നാണ്. യുവതലമുറ വരട്ടെ, ആരെങ്കിലുമൊക്കെ വരട്ടെ. ശേഖരമേനൊക്കെ പറയുന്നത് പൃഥ്വിരാജ് നേതൃത്വ സ്ഥാനത്തേക്ക് ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ടല്ലോ പ്രേക്ഷകർ. അതായത് കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ വരാം. പൃഥ്വിരാജിനും കൂടെ താല്പര്യം വേണ്ടേ? എന്തെങ്കിലും വരാൻ പറ്റും. ഈ സ്ത്രീ സുരക്ഷയാണല്ലോ ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ തന്നെ സംസാരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ച് സ്ത്രീകളുടെ സുരക്ഷ അവർ തന്നെയാണ് അവരുടെ സുരക്ഷ ഒരുക്കേണ്ടത്. മനസ്സിലായില്ലേ? അവർ തന്നെ ഒരുക്കണം. അത്രേ ഉള്ളൂ. പോട്ടെ എന്നാ. ശരി. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ടെന്നേ. പ്രശ്നങ്ങളില്ലാത്ത സ്ഥലമുണ്ട്. പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഒരാൾ കഴിയുമ്പോൾ അങ്ങ് മാഞ്ഞു പോകും. ബൈച്ചേട്ടാ, ഈ കാരവാൻ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ബൈച്ചേട്ടാ കാരവാനൊക്കെ ഇല്ലാതെ സിനിമ എടുക്കാൻ പറ്റുമോ? ഈ വെപ്പൊരി വെയിലത്ത് എങ്ങനെ ഇരിക്കും? അതൊക്കെ കാലത്തിന്റെ മാറ്റമാണ്. അത്രേ ഉള്ളൂ. അങ്ങനെ കാരവാൻ വരും. ഇനി വേറെ പലതും വരും. ഈ സഹപ്രവർത്തകർക്കെതിരെ വളരെയധികം രൂക്ഷമായിട്ടുള്ള ആരോപണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ സഹപ്രവർത്തകർക്കെതിരെ. അപ്പൊ അത് തെളിയിക്കട്ടെ. ഇത് കരുതി കൂട്ടിയൊരു ഇതാണെന്ന് തോന്നുന്നു. കരുതി കൂട്ടിയാണല്ലോ എന്ന് എനിക്കറിയില്ല. ഇത് പറഞ്ഞവര് തെളിയിക്കണം. അത്രേ ഉള്ളൂ. അല്ലേ? നമുക്കിപ്പോൾ ആരെ കുറിച്ച് വേണമെങ്കിൽ എന്ത് ആരോപണം വേണമെങ്കിലും ഉന്നയിക്കാം. അത് തെളിയിക്കേണ്ടത് ആരോപിക്കുന്നവരുടെ ചുമതലയാണ്. അപ്പൊ അത്രയും നാള് ഇവര് അധികാരത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയാണോ ശ്രമിക്കുക? അല്ല, രാജിയൊന്നും വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞു രാജിവെക്കേണ്ട ഒരു ആവശ്യമില്ല. എന്തിനാ രാജിവെക്കുന്നത്? വെക്കണ്ടായിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതൊരു ഒളിച്ചോട്ടമായിപ്പോയി. അങ്ങനെ രാജിവെക്കേണ്ട ഒരു ആവശ്യം ഇവിടെ ഇല്ല. ഈ അമ്മ നാഥന് ജനാധിപത്യപരമായിട്ട് തിരഞ്ഞെടുത്തതല്ലേ ഈ പിന്നെ ജനറൽ ബോഡി തിരഞ്ഞെടുത്തതല്ലേ കമ്മിറ്റി എന്ന് പറയുന്നത്. അവർ രാജിവെക്കേണ്ടായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് അതൊന്നും എനിക്കറിയില്ല. അതൊക്കെ അവരോട് ചോദിച്ചാൽ അറിയാവുള്ളൂ. ഞാനായിരുന്നു കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഞാൻ രാജിവെക്കില്ലായിരുന്നു. എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ഈ അമ്മ നാഥനില്ലാതിരിക്കുകയാണല്ലോ ഇപ്പോൾ നിലവിൽ. നാഥനൊക്കെ വരും. യുവതലമുറ വരണമെന്നൊരാഗ്രഹമുണ്ടോ? ആരെങ്കിലും വന്നോട്ടെ തന്നെ. പ്രാപ്തിയുള്ളവർ വന്നാൽ മതി. അത് യുവതലമുറ തന്നെ വേണമെന്നൊന്നുമില്ല. പ്രാപ്തിയുള്ളവർ വരട്ടെ. ഇപ്പം എല്ലാ കാലവും എല്ലാവർക്കും ഒരു സ്ഥാനത്തിരിക്കാൻ പറ്റില്ല. അത് മാറിക്കൊണ്ടിരിക്കും. അത് ലോക തത്വം അങ്ങനെയാണ്. ഇനിയിപ്പോൾ എല്ലാം കഴിയും.